അധ്യായം 56-57 മായാമോഹിനി. കാഞ്ചീപുരത്ത് മഹേന്ദ്ര പല്ലവ ചക്രവർത്തിയുടെ കാലത്ത് നാടെങ്ങും മഹാഭാരത കഥ ഉപന്യാസ രൂപത്തിൽ വായിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നു. ബുദ്ധജൈന മതങ്ങളുടെ അതിപ്രസരം മൂലം ജനങ്ങളിൽ നഷ്ടപ്പെടുന്ന വീരാവേശം, ധീരോദാത്ത മനോഭാവവും തിരിച്ചു കൊണ്ടുവരാനായിരുന്നു അത്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ പതിവ് അവസാനിച്ചില്ല. അത്തരമൊരു മഹാഭാരത കഥാ പ്രവചനം കേൾക്കാനാണ് മലയമാൻ പോയത്. വയസ്സാകുമ്പോൾ രാത്രി ഉറക്കം വരില്ല. അതുകൊണ്ടാണ് അവർ ഈ കഥാകാലാക്ഷേപം ഒക്കെ കേൾക്കാൻ പോകുന്നത്. കഥാപ്രസംഗം കഴിഞ്ഞ് പോകുന്നവരെ കണ്ട് പല്ലവൻ പറഞ്ഞു, തിരുക്കോവലൂർ മലയമാനെ നീ അങ്ങനെ കണക്കാക്കരുത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലെത്തുമ്പോൾ ഇത്രയും ആരോഗ്യം നമുക്ക് കാണില്ല എന്നത് തീർച്ചയാണ്. യുവരാജാവേ, അദ്ദേഹത്തിൻ്റെ തലമുറയിലുള്ളവർ പെണ്ണുങ്ങളുടെ മായാവലകളിൽ വീണിരുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ പിടിച്ചുകൊണ്ടുവരും, അന്തപുരത്തിലാക്കും. വലിയ പഴുവേറ്റരയർ ചെയ്തത് കണ്ടില്ലേ? താങ്കൾ ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യമാണത്. പല്ലവൻ പറഞ്ഞു, പാർത്ഥിവ, നീ ഒരു സ്ത്രീ വിരോധിയാണ്. പ്രേമം എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ശരിയായിരിക്കാം. താങ്കൾക്ക് പകരം ഇവിടെ ഞാനായിരുന്നുവെങ്കിൽ അടുത്ത വെട്ട് അവൾക്കുള്ളതായിരിക്കും. ഇപ്പോൾ എനിക്ക് കുറേശ്ശെ ഓർമ്മ വരുന്നു. ആ ദിവസം വീരപാണ്ഡ്യന്റെ ഉടലും തലയും വീടിന് പുറത്താണ് ഉണ്ടായിരുന്നത്. ആ വീടിനകത്ത് ഒരു തേങ്ങിക്കരച്ചിൽ കേട്ടു. അതെന്താണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ താങ്കൾ അത് ക്ഷേത്രപൂജാരിയുടെ വീട്ടിലെ സ്ത്രീജനങ്ങളാണ്, അവർ വല്ലാതെ ഭയന്നിരിക്കുകയാണ്, അവരെ ശല്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞു. വീരപാണ്ഡ്യന്റെ ഉടൽ അവിടെ ഉപേക്ഷിച്ച് തലയും കൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ ആർഭാടത്തോടെ നമ്മുടെ കൂടാരത്തിലേക്ക് മടങ്ങുമ്പോൾ താങ്കൾ ഇതിലൊന്നും പങ്കെടുത്തിരുന്നില്ല. താങ്കൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിക്കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. പിന്നീട് അവളെ താങ്കൾ കണ്ടോ? രാത്രി വിജയാഘോഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാം ഉറങ്ങാൻ പോയി. അതിനുശേഷം ഞാൻ കുതിര ഓടിച്ച് ആ സ്ഥലത്തേക്ക് പോയി. അവിടുത്തെ വീടുകളിലും കുടിലുകളും കത്തി നശിച്ചിരുന്നു. ഞാൻ പണ്ട് കണ്ട വയസ്സായ രക്ഷിതാക്കൾ അവിടെ ഇരുന്ന് കരഞ്ഞിരുന്നു. ഞാൻ വിവരം ചോദിച്ചപ്പോൾ അവർ കുറച്ച് ദിവസമായി ഇവിടെ ഇല്ലായിരുന്നുവെന്നും നന്ദിനി ഒറ്റയ്ക്കായിരുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു. അവർ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. എന്നെ മനസ്സിലാക്കി അവർ അവരുടെ മകൾ എവിടെയെന്ന് ചോദിച്ചു കരഞ്ഞു. നന്ദിനി അവരുടെ സ്വന്തം മകളല്ല എന്നെനിക്ക് പണ്ടേ സംശയമുണ്ടായിരുന്നു. എനിക്കറിയില്ല, നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഞാൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. പഴുവേറ്റരയർ അവളെ വിവാഹം ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും വളരെ ദൂരത്തായിരുന്നു. അതിന് കുറച്ച് ദിവസത്തിനു ശേഷമായിരുന്നു എൻ്റെ യുവരാജ പട്ടാഭിഷേകം. എൻ്റെ പെരിയ പാട്ടി ചെമ്പിയൻ മഹാദേവിയും എൻ്റെ അച്ഛനും കൂടി പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു അത്. ചെറിയച്ഛൻ മധുരാന്തകനെ ആരെങ്കിലും പ്രലോഭിപ്പിച്ചാലോ എന്ന പേടിയും അവർക്കുണ്ടായിരുന്നു എന്നതാണ് എൻ്റെ സംശയം. അഭിഷേക ചടങ്ങ് അവസാനിച്ചു. എനിക്ക് എൻ്റെ സ്വന്തം പേരിൽ ശിലാശാസനങ്ങൾ എഴുതിക്കാനുള്ള അവകാശവും പരകേസരി എന്ന പട്ടവും തന്ന് അച്ഛൻ എന്നെ അന്തഃപുരത്തിലെ മൂത്തവരെ വണങ്ങാൻ കൊണ്ടുപോയി. അവിടെ എൻ്റെ സഹോദരി, അവളുടെ തോഴിമാർ ഏവരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കത്തിച്ചാമ്പലായി പോയി എന്ന് കരുതിയ അവളെ ഞാൻ കണ്ടു. പൂർവാധികം സുന്ദരിയായി, സർവാഭരണ വിഭൂഷിതയായി. എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കുന്നതിനു മുമ്പ് അവിചാരിതമായ ഒരു സംഭവം നടന്നു. ഒരു ആർത്തനാദത്തോടെ എൻ്റെ അച്ഛൻ ബോധരഹിതനായി താഴെ വീണു. എൻ്റെ അമ്മയും മുത്തശ്ശിയും ഒഴിച്ച് ബാക്കി എല്ലാവരും അകത്തുപോയി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ബോധം വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായി. അപ്പോൾ അടുത്തു വന്ന കുന്തവയോട് ഞാൻ ചോദിച്ചു, എന്താ നന്ദിനി ഇവിടെ? നന്ദിനിയാണ് പഴവൂർ ഇളയറാണി എന്നവൾ പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചു പിളർന്നുപോയി. ആദ്യമൊക്കെ വലിയ സഹതാപമൊന്നുമില്ലാതെ കഥ കേട്ടുകൊണ്ടിരുന്ന പാർത്ഥിപേന്ദ്രൻ ഇപ്പോൾ വളരെ പരവശനായി പറഞ്ഞു, ഇത്രയും ഭാരം മനസ്സിൽ ചുമന്നുകൊണ്ടാണ് ആ ദിനം ഞങ്ങളോട് കളിതമാശകൾ പറഞ്ഞ് താങ്കൾ ഇരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. അന്ന് വൈകിട്ട് നന്ദിനി എൻ്റെ പഴവൂർ അരമനയിലേക്ക് ക്ഷണിച്ചു. പഴുവേറ്റരയർ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം അറിയുന്നവർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഒരു രാജകുമാരൻ ഇളയ റാണിയെ കാണാൻ പോകുന്നതിൽ അപാകതയൊന്നും ഉണ്ടായിരുന്നില്ല. അരമനത്തോട്ടത്തിലെ ലതാമണ്ഡപത്തിൽ വെച്ചാണ് ഞാൻ അവളെ കണ്ടത്. കടൽ ചുഴിയിലകപ്പെട്ട കപ്പലിൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക്. യുവരാജപട്ടം ലഭിച്ചതിൽ അവൾ എന്നെ അനുമോദിച്ചു. എൻ്റെ സ്നേഹം അവൾ തിരസ്കരിച്ചതിനെ പറ്റിയും എൻ്റെ ശത്രുവിനെ സ്നേഹിച്ചതിനെ പറ്റിയും വയസ്സിനെ വിവാഹം കഴിച്ചതിനെ പറ്റിയും ഞാൻ അവളോട് ദേഷ്യമായി സംസാരിച്ചു. പിന്നെ ഞാൻ ഒരിക്കലും അവളോട് പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു. കിഴവനെ ഉപേക്ഷിച്ചു വാ, നമുക്ക് കപ്പലേറി ദൂരത്തേക്ക് എവിടെയെങ്കിലും പോകാം. അത് കേട്ട് അവൾ ഭയങ്കരമായി പൊട്ടിച്ചിരിച്ചു. അന്യദേശത്ത് പോയി എന്തു ചെയ്യാൻ? വിറക് വെട്ടിയായി ജീവിക്കാനും. ചോളരാജ്യ സിംഹാസനത്തിൽ എനിക്കൊരു ചക്രവർത്തിനിയായി ഇരിക്കാനാണ് മോഹം. പഴവൂർ സഹോദരന്മാരെ കൊന്നിട്ട് ചക്രവർത്തിയെ കാരാഗൃഹത്തിലടച്ച് എന്നെ താങ്കളുടെ പട്ടമഹിഷിയാക്കുകയാണെങ്കിൽ എനിക്ക് താല്പര്യമാണ്. ഭ്രാന്ത് പിടിച്ച ഞാൻ എന്തൊക്കെയോ അവളെ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, യുവരാജാവേ, എപ്പോഴെങ്കിലും താങ്കൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സമ്മതമാണെങ്കിൽ വരൂ. അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല.
അരശേ, ഇത്രയും ഭയങ്കരിയായ ഒരു രാക്ഷസി ഈ ലോകത്തുണ്ടോ? താങ്കൾ അവളെ വീണ്ടും കാണാത്തത് നന്നായി. പക്ഷേ അവൾ എൻ്റെ മനസ്സിൽ നിന്നും എവിടെയും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തഞ്ചാവൂർ കോട്ടയിലേക്ക് പോകാത്തത്, അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അവളെ കണ്ട നിമിത്തം മൂലമാണ് എൻ്റെ അച്ഛൻ അസുഖം ആരംഭിച്ചത് എന്നുപോലും എനിക്ക് തോന്നിപ്പോകുന്നു. താങ്കൾ എന്തിനാ ഒരു സ്ത്രീയെ ഭയക്കണം? അവൾ താങ്കൾക്ക് വിഷം തന്നു കൊല്ലുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്നെ കൊല്ലുമോ എന്നെനിക്ക് ഭയമില്ല. പടമെടുത്താടുന്ന നാഗമാണവൾ. അവളുടെ മോഹനശക്തി കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യിക്കും എന്നതാണ് എൻ്റെ ഭയം. സ്ത്രീഹത്യ പാപമാണ് എങ്കിലും താങ്കൾക്ക് വേണ്ടി അത് ഞാൻ ചെയ്യാം, പാർത്ഥിപൻ പറഞ്ഞു. അവളെ നീ കണ്ടാൽ നിനക്കതിന് സാധിക്കില്ല. അവളെ കൊല്ലാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അങ്ങനെയൊരു വിഷമവൃത്തത്തിൽപ്പെട്ടാൽ അവളെ കൊന്നു ഞാനും ചാവും. വീരാധിവീരനായ കരികാലൻ ഒരു ഉന്മാദിയെ പോലെ പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ അവരുടെ അറയിൽ കയറി വന്നു. രണ്ടുപേരും ഉറങ്ങിയില്ലേ? പാർത്ഥിപേന്ദ്ര, നിനക്ക് നാളെ യാത്ര പുറപ്പെടേണ്ടതല്ലേ? അതേ മുത്തശ്ശ, അതിനെപ്പറ്റി തന്നെയാണ് ഉറങ്ങാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പാർത്ഥിപേന്ദ്രൻ പറഞ്ഞു. ഈ അധ്യായത്തോടുകൂടി പൊന്നിയിൻ സെൽവന്റെ 1-ാം ഭാഗം അവസാനിച്ചു.